A very good morning, my dear children. How are you? Are you studying? Are you happy? Everybody take care of your health. Hope you are fine and happy. Let's come back to the topic. History lesson 3, the Delhi Sultans. In the last class we had discussed about hinterland garrison towns and their expansion, method of expansion. And today, let's look Delhi Sultan meaning and what is the meaning of Sultan? It's an Arabic word, ruler. Sultan meaning is ruler. Then page number 36, the masjid. What is masjid? A mosque is called a masjid in Arabic. ഒരു മോസ്കിന് അറബിയിൽ പറയുന്ന പേരാണ് മസ്ജിദ്. മസ്ജിദ്. Mosque is called masjid in Arabic. Literally a place where a Muslim prostrates in reverence to Allah. അതായത് മുസ്ലിം വർഷിപ്പ് പ്ലേസിനെയാണ് നമ്മൾ മസ്ജിദ് എന്ന് പറയുന്നത്. മോസ്ക് വർഷിപ്പ് പ്ലേസ് ഓഫ് മുസ്ലിംസ്. മോസ്കിൻ്റെ മറ്റൊരു പേരാണ് മസ്ജിദ്. ഇൻ എ കോൺഗ്രിഗേഷണൽ മോസ്ക് മുസ്ലിംസ് റീഡ് ദെയർ പ്രേയേഴ്സ് ടുഗദർ. അതായത് മോസ്കിൽ മുസ്ലിംസ് അവരുടെ പ്രേയേഴ്സ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് പ്രേയറാണ് മോസ്കിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് നമസ്. NAMAZ. Members of the congregation choose the most respected male as their leader. അതിനകത്ത് ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആളായിരിക്കും അവരുടെ ലീഡർ. ഇമാം എന്ന് പറയും. ലീഡർ ഓഫ് ദ സ്കോളർ ഓഫ് ദ മുസ്ലിം റിലീജിയസ് സ്കൂൾ. അത് ഇമാം ഫോർ ദ റിച്വൽസ്. അവരാണ് ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഈ ഗ്രൂപ്പ് പ്രയറിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇമാമാണ് മുസ്ലിംസിന്. ഹി ഓൾസോ ഡെലിവേഴ്സ് ദ സെർമൺ ഡ്യൂറിങ് ദ ഫ്രൈഡേ പ്രയർ. ഖുത്ബ എന്ന് പറയുന്ന അവരുടെ പ്രയർ, ഫ്രൈഡേ പ്രയറാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ജുമ എന്ന് പറയും ഫ്രൈഡേ പ്രയർ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അവർക്കൊരു ലീഡർ ഉണ്ടായിരിക്കും, ഇമാം. മസ്ജിദിലെ ഗ്രൂപ്പ് പ്രയറാണ് നടക്കുന്നത്. അതിന് പ്രയർ കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ലീഡറായ ഇമാം എന്ന് പറഞ്ഞ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള അവരുടെ ചീഫാണ്. ഡ്യൂറിങ് പ്രയർ മുസ്ലിം സ്റ്റാൻഡ് ഫേസിങ് മെക്ക. ഡ്യൂറിങ് പ്രയർ ദേ ആർ സ്റ്റാൻഡ് ഫേസിങ് മെക്ക. മെക്ക എവിടെയാണ്? വെസ്റ്റേൺ സൈഡിലോട്ടാണ്. അവർ വെസ്റ്റ്, നമുക്കറിയാം എല്ലാ മസ്ജിദും ഇച്ചിരി ചരിഞ്ഞാണ് നിൽക്കുന്നത്, മെക്കയെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അവർ മെക്കയെ ഫേസ് ചെയ്താണ് പ്രയർ നടത്തുന്നത്. ഇൻ ഇന്ത്യ ദിസ് ഈസ് ടു ദ വെസ്റ്റ്, ദിസ് ഈസ് കോൾഡ് കിബ്ല. ഇന്ത്യയിലെ വെസ്റ്റേൺ സൈഡിലോട്ട് നോക്കി നിന്നാണ് അവർ പ്രയർ ചെയ്യുന്നത്. അതാണ് മെക്കയെ ഫേസ് ചെയ്തിട്ട്. ദിസ് പ്ലേസ് ഈസ് നോൺ ആസ് കിബ്ല. കിബ്ല എന്നാണ് പറയുന്നത്. QIBLA. The Delhi Sultans built several mosques in cities all over the subcontinent. ഡൽഹി സുൽത്താൻമാർ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് മോസ്കുകൾ അവർ കൺസ്ട്രക്ട് ചെയ്തു. These demonstrated their claims to be protectors of Islam and Muslims. ഇസ്ലാമിനെയും മുസ്ലിംസിനെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇതുപോലുള്ള മോസ്ക് എന്നാണ് അവരുടെ വിശ്വാസം. Mosques also helped to create the sense of a community of believers who shared a belief system and a code of conduct. It was necessary to reinforce the idea of a community because Muslims came from a variety of backgrounds. ഒരുപാട് വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട്സിലാണ് അവർ വരുന്നത്. അവർ അള്ളാഹയെ വിശ്വസിക്കുന്നു. Then administration and consolidation under the Khaljis and Tughlaqs. ഖൽജി ഡൈനാസ്റ്റി ഉള്ളവരും തുഗ്ലക് ഡൈനാസ്റ്റി ഉള്ളവരും അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു ഡൽഹിയിൽ നടത്തിയിരുന്നതാണ് അടുത്തത്. The consolidation of a kingdom as a vast as the Delhi Sultanate needed reliable governors and administrators. ഡൽഹി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയ ആണ്. അത് ഒരാൾക്ക് മാത്രം അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗവർണേഴ്സ് വേണം. അവർ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. റാദർ ദാൻ അപ്പോയിൻറ്റിങ് അരിസ്റ്റോക്രാറ്റ്സ് ആൻഡ് ലാൻഡഡ് chieftains as governors, the early Delhi Sultans, especially Iltutmish, favored their special slaves purchased for military service called Bandagan in Persian. ബന്ദഗാൻ എന്ന് പറഞ്ഞാൽ അതായത് വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള ഹൈ പൊസിഷനിലൊക്കെ ഇൽത്തുമിഷിനെ പോലുള്ള സുൽത്താൻമാർ സ്ലേവ്സിനെ വാങ്ങിക്കുക. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന അടിമകളാണ് സ്ലേവ്സിനെ വാങ്ങിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട്, അതായത് അറബിയിൽ അതിന് ബന്ദഗാൻ എന്ന് പറയും. സ്ലേവ്സിനെ വാങ്ങിച്ചിട്ട് അവരെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് ഇതുപോലുള്ള പോസ്റ്റുകളിലൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. They were carefully trained to man some of the most important political offices in the kingdom. Since they were totally dependent upon their master, the Sultan would trust and rely upon them. അതായത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ സ്ലേവ്സ്, ബന്ദഗാൻ എന്ന് പറഞ്ഞ സ്ലേവ്സ് ഇതിനെ ഓരോ ഹൈ പൊസിഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയും അവർ ഏറ്റവും അവരുടെ യജമാനിൻ്റെ വളരെ വിശ്വസ്തനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. യജമാൻ എന്ത് പറയുന്നു അത് വിശ്വസിച്ച് ചെയ്യും. The Khaljis and Tughlaqs continued to use Bandagan and also raised people of humble birth who were often their clients. അതായത്
ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റിയിലുള്ള സുൽത്താൻമാരെല്ലാം തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ഹംബിൾ ബർത്തിൽ നിന്ന് വരുന്നവർ, ലോ ബർത്ത്, അതായത് ഹൈ പൊസിഷൻസ് അല്ലാത്ത സ്ലേവ്സിനെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ട് ട്രെയിൻഡ് ആക്കി എടുത്തിട്ട് ഇതുപോലുള്ള പോസ്റ്റുകളിലൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. ടു ഹൈ പൊളിറ്റിക്കൽ പൊസിഷൻസ്, ഇങ്ങനെയുള്ള ക്ലയൻസിനെ, ഇങ്ങനെ ചെയ്യുന്നവരെ ക്ലയൻസ് എന്ന് പറയും. അതായത് ലോ ഹംബിൾ ബർത്തിൽ നിന്ന് ഉയർന്നു വരുന്നവർ, അവർക്ക് എന്നിട്ട് ഗവർണേഴ്സ്, ജനറൽസ് അങ്ങനെയുള്ള പൊസിഷൻസ് കൊടുക്കും. ഹൈ പൊളിറ്റിക്കൽ പൊസിഷൻസ് they were appointed as generals and governors. However, this also introduced an element of political instability. പിന്നെ slaves and clients were loyal to their masters and patrons but not to their heirs. അതായത് സ്ലേവ്സ് എന്ന് പറയുന്നത്, സ്ലേവ്സ് ആൻഡ് ക്ലയൻസ്, ഇങ്ങനെ ലോ ബർത്തിൽ നിന്ന് ട്രെയിനിങ് കൊണ്ടുവരുന്ന ആൾക്കാർ, ഹൈ പൊസിഷനെ കൊടുക്കുന്ന ആൾക്കാർ, അവരെപ്പോഴും അവരുടെ മാസ്റ്ററിനെപ്പോഴും അവരുടെ വർക്ക് അനുസരിച്ച് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവരുടെ അനന്തര അവകാശികളല്ല. ന്യൂ സുൽത്താൻ ഹാഡ് ദെയർ ഓൺ സെർവൻസ്. As a result, the accession of new monarch often saw conflict between the old and the new nobility. The patronage of these humble people by the Delhi Sultans also shocked many elites, and the authors of Patient Tawari criticized the Delhi Sultans for appointing the low and basing on to high officers. അവിടെ എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഡൽഹി സുൽത്താൻമാർ ഇതുപോലെ ലോ ബർത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ ട്രെയിനിങ് കൊടുത്ത് ക്ലയൻസ്, സ്ലേവ്സിനെയൊക്കെ കൊടുത്തിട്ട് ഹൈ പൊസിഷനിൽ ജോലിയൊക്കെ കൊടുക്കുന്നതിന് ഒരുപാട് എതിർപ്പുകളൊക്കെ വന്നു. ഇവിടെ ക്ലയൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സമൺ ഹു ഈസ് അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് അനദർ, എ ഡിപ്പെൻഡൻ്റ് ഓഫ്, അതായത് ഒരാളുടെ പ്രൊട്ടക്ഷനിൽ കഴിയുന്നവരെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ സുൽത്താൻമാർ, അവരെ സംരക്ഷിക്കുന്ന ആൾക്കാർ സ്ലേവ്സ് ആണ്. സ്ലേവ്സ് അപ്പോൾ ഇവിടെ ക്ലയൻസ് ആണ്. Like the early sultans, the Khalji and Tughlaq monarchs appointed military commanders as governors of territories of varying sizes. അതായത് like the earlier sultans, the Tughlaq and Khalji dynasty monarchs എന്ത് ചെയ്തു, appointed military commanders as, ഇവരെ ഇങ്ങനെയുള്ള ഈ ആൾക്കാരെ, ഈ ക്ലയൻസിനെ മിലിറ്ററി കമാൻഡേഴ്സ് ആയിട്ട് പല സ്ഥലങ്ങളിലും അപ്പോയിൻറ്റ് ചെയ്തു. These lands were called, ഇങ്ങനെ ചെയ്യുന്ന, അതായത് the Khalji and Tughlaq monarchs appointed military commanders as governors of territories of varying sizes. These lands were called Iqta and their holders was called Iqtadar or Mukti. The duty of the Muktis was to lead military campaigns and maintain law and order in their Iqtas. ഒരു ഏരിയയിൽ അവർക്ക് അതിൻ്റെ അധികാരം കൊടുക്കും. ആ ഏരിയയിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. In exchange for their military services, the Muktis collected the revenues of their assignments as salary. ഇവർ ആ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ അസൈൻമെൻ്റ് ആയിരിക്കും അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. They also paid their soldiers from these revenues. Control over Muktis was most effective if their office was not inheritable and if they were assigned Iqtas for a short period of time before being shifted. These harsh conditions of service were rigorously imposed during the reigns of Alauddin Khilji and Muhammad Tughlaq. Accountants were appointed by the state to check the amount of revenue collected by the Muktis. Care was taken that the Mukti collected only the taxes prescribed by the state and that he kept the required number of soldiers. അതായത് ഇതുപോലുള്ള മുക്തീസിൻ്റെ മേൽനോട്ടിലായിരിക്കും ലോ ആൻഡ് ഓർഡർ നടക്കുന്നതും ടാക്സ് കളക്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു അക്കൗണ്ടിനെയൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്ത് എടുക്കുക, ആൾക്കാരെ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തൊക്കെ ഇവരുടെ ലീഡർഷിപ്പിലായിരിക്കും. As the Delhi Sultans brought the hinterland of the cities under their control, they forced the land of chieftains, the Samantas, aristocrats and rich landlords to accept their authority. Under Alauddin Khilji, the state brought the assessment and collection of land revenue under its control. The rights of the local chieftains to levy taxes were cancelled and they were also forced to pay taxes. The Sultan's administrators measured the land and kept careful accounts. Some of the old chieftains and landlords served the Sultanate as revenue collectors and assessors. There were 3 types of tax on cultivation called Kharaj. ആ സമയത്ത് അവർ ഇതുപോലുള്ള മുക്തീസ് കളക്ട് ചെയ്യുന്ന 3 types of taxes ആണ്. ഫസ്റ്റ് വൺ ഈസ് ഓൺ കൾട്ടിവേഷൻ കോൾഡ് ഖരാജ്. കൾട്ടിവേഷന് വേണ്ടി ചെയ്യുന്നത് ഖരാജ്. വൺ ടൈപ്പ് ഓഫ് ടാക്സ് ഈസ് ഖരാജ്. 3 types of taxes. Kharaj. Then second one, and amounting about 50% of the peasants produces. അതായത് ഒരു ഫാർമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് 50% നമ്മൾ സുൽത്താന് ടാക്സ് ആയിട്ട് കൊടുക്കണം. ദാറ്റ് ടാക്സ് ഈസ് ഓൺ ഖരാജ്. സെക്കൻഡ് വൺ ഈസ് ഓൺ ദ കാറ്റിൽ ആൻഡ് ഓൺ ഹൗസസ്. ഓൺ കാറ്റിൽ, കാറ്റിലിനെ നമ്മൾ വളർത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന ടാക്സ്, അതിന് ഹൗസസ് ഒക്കെ മേയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. 3 types of taxes ആയിരുന്നു അന്നുണ്ടായിരുന്നത്.
It is important to remember that large part of the subcontinent remained outside the control of the Delhi Sultans. ഒരുപാട് കൺട്രോളിലല്ലാത്ത ഏരിയ ഡൽഹി സുൽത്താൻമാർക്കുണ്ടായിരുന്നു. It was difficult to control distant provinces like Bengal from Delhi, and soon after annexing South India, the entire region became independent. Even the Gangetic Plain, there were forested areas. അതായത് ഡൽഹി സുൽത്താൻമാരുടെ അധീനതയിലുള്ള അവരുടെ കൺട്രോളില്ലാത്ത ഒരുപാട് ഔട്ട്സൈഡ് ഏരിയാസ് ഉണ്ടായിരുന്നു. Sultanate force could not penetrate. Local chieftains established their rule in these regions. Some areas, rulers like Alauddin Khilji and Muhammad Tughlaq could force their control in these areas, but only for a short duration. ചില പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് ഒക്കെ അതിങ്ങനെ കൺട്രോൾ ചെയ്യുമായിരുന്നു ഏരിയാസ് ഒക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ ചെല്ലുന്നത് ബാഡ് വെതർ കണ്ടീഷൻ, വാർ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അവർക്ക് എത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ എന്നാലും അവിടെ ചെല്ലുകയും, പക്ഷേ അതൊക്കെ ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാത്രമാണ് അവരവിടെയൊക്കെ അവരുടെ കൺട്രോള് അവിടെയൊക്കെ ചെന്നിരുന്നവരുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എവരിബഡി റീഡ് ദ ടെസ്റ്റ് കമ്പൽസറി സോ ദാറ്റ് യു മേ ഗെറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ദിസ് ഇസ് ടൈം ടു വൈൻഡ്. താങ്ക് യു.